നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ് ക്ലിക്സ്. 4 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് കറക്കത്തിന് ശേഷം ട്രെയിൻ എടുത്ത് നമ്മൾ ജനീവ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അടുത്തതായി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പാരീസിലേക്കാണ്. പാരീസിലേക്കുള്ള ട്രെയിൻ യാത്ര കൂടുതൽ മനോഹരമാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഈസി ജെറ്റിൻ്റെ വിമാനമാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ പാരീസിലെത്തി. അവിടെ നിന്ന് ഊബർ എടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം 1.5 കിലോമീറ്ററിന് സ്വിറ്റ്സർലൻഡിൽ 1500 രൂപയാണ് ചിലവായത് ഈ ഒരു ടാക്സിക്ക്. എന്നാൽ ഇവിടെ 10 കിലോമീറ്ററോളം 1500 രൂപയ്ക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടലിലെത്തി. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ ഇടുങ്ങിയ ഒരു റൂമാണ് കിട്ടിയത്. ഫ്രാൻസിലെത്തിയ സന്തോഷത്തിൽ ഫ്രഞ്ച് ഫ്രൈസും സ്വീറ്റ്സായ തിരമിസു ഒക്കെ കഴിച്ചു. പോക്കറ്റടിക്ക് വളരെ കുപ്രസിദ്ധമായ ഒരു നാടാണ് ഈ പാരീസ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്കുള്ള നാവിഗോ പാസ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് വെച്ച് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരാഴ്ച യാത്ര ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പാരീസിലെ ലൂർ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ അതിന് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് മുകളിലത്തെയാണ്, അത് ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ താഴത്തെ ആ ഒരു എൻട്രൻസിൽ ഏകദേശം 1 മണിക്കൂറോളം ക്യൂ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്നതുമായിട്ടുള്ളൊരു മ്യൂസിയമാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നത് സീൻ നദിയുടെ കരയിലാണ്. ഇപ്പോൾ രാജകൊട്ടാരം പിന്നീട് ചിത്രകലാ ശേഖരത്തിൻ്റെയും ശില്പങ്ങളുടെയൊക്കെ പ്രദർശനശാലയായി മാറിയതാണ്. ഏകദേശം 35,000-ഓളം കലാവസ്തുക്കൾ അവിടെ ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞത് 2 ദിവസമെങ്കിലും എടുക്കും അതിലൊന്ന് കണ്ട് തീർക്കണമെങ്കിൽ. എന്നാൽ നമ്മൾ പാരീസിൽ 3 ദിവസത്തേക്കുള്ള ഒരു ട്രിപ്പിനാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് 1/2 ദിവസം കൊണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്ത് ചാടാനാണ് നമ്മുടെ പ്ലാൻ. അവിടെ എത്തിയതിൻ്റെ മെയിൻ ഉദ്ദേശം ലിയനാർഡോ ഡാവിഞ്ചിയുടെ കലാസൃഷ്ടിയായ മൊണാലിസയെ കാണാനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും നല്ല രീതിയിൽ തിരക്കുണ്ട്. ബുള്ളറ്റ് പ്രൂഫായ ചില്ലുകൂട്ടിൽ വെച്ചിരുന്ന ഈ മൊണാലിസയുടെ മേത്ത് അടുത്തിടയ്ക്ക് സൂപ്പൊക്കെ 2 പെണ്ണുങ്ങൾ കൊണ്ട് ഒഴിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അവിടെയുള്ള സോവനീർ ഷോപ്പിൽ കപ്പിലും ടീഷർട്ടിലും ബാഗിലും കുടയിലൊക്കെ തന്നെ പുള്ളിക്കാരത്തിയുടെ മുഖമാണ് കൊടുത്തിരിക്കുന്നത്. നിഗൂഢമായ കണ്ണുകളും ചുണ്ടുകളുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 3 യൂറോയ്ക്ക് 4 ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ബൂത്തിൽ കയറി ഫോട്ടോസും എടുത്ത് ഉച്ചയ്ക്ക് കുറച്ച് തായ് ഫുഡും ട്രൈ ചെയ്തു. ലൂ മ്യൂസിയത്തിൻ്റെ പുറത്തായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും അവിടെ വെച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ളൊരു ചടങ്ങ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബസ് എടുത്ത് ഈഫൽ ടവറിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഹണിമൂണിനും ഫോട്ടോഷൂട്ടിനായിട്ട് വിദേശത്തു നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈഫൽ ടവറിൻ്റെ അടുത്തുനിന്ന് ചോക്ലേറ്റ് കാപ്പിയും കുടിച്ച് അവിടുന്ന് നമ്മൾ പോവുകയാണ്. അപ്പം ടവറിനുള്ളിൽ പ്രവേശിക്കേണ്ടത് ടിക്കറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് അടുത്ത ഒരു ദിവസത്തേക്കാണ്. അതുകൊണ്ട് പുറത്തെ കാഴ്ചകളും ഫോട്ടോസും എടുത്ത് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പം നല്ല മനോഹരമായ ടാക്സികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട്. നമ്മൾ കാണുന്നത് ആർക്ക് ഡി ട്രയംപ് എന്നൊരു സംഭവമാണ്. 30 വർഷം എടുത്ത് നിർമ്മിച്ച ഈ ഒരു പ്രശസ്ത സ്മാരകം ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയൻ യുദ്ധങ്ങളിൽ ഫ്രാൻസിന് വേണ്ടി പോരാടി മരിച്ചവരെയൊക്കെ ആദരിച്ച് നിർമ്മിച്ചതാണ്. അതെല്ലാം കണ്ട് നേരെ തിരിച്ച് ഈഫൽ ടവറിൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തി. ഈ 2024 ഒളിമ്പിക്സ് പാരീസിൽ വെച്ച് നടക്കുന്നതായതുകൊണ്ട് തന്നെ എത്ര സമയം കൂടി അതിന് ബാക്കിയുണ്ടെന്നാണ് പുറകിൽ കാണിക്കുന്നത്. ലൂവർ മ്യൂസിയത്തിന് കൂടെ കിട്ടിയ ആ ഒരു ബോട്ട് ടിക്കറ്റ് ഉപയോഗിച്ച് ഏറ്റവും അവസാനത്തെ ബോട്ട് സവാരിയിലേക്ക് കയറി. അപ്പം രാത്രിയിൽ പോകുന്നതിനുള്ള മെയിൻ ഒരു ഗുണം അവിടുത്തെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആ നദിയുടെ ഇരുവശത്തുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങളെല്ലാം രാത്രി നല്ല മനോഹരമായിട്ട് കാണാൻ സാധിച്ചു. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ ട്രെയിൻ കയറി വീണ്ടും ഈഫൽ ടവറിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മളവിടെ ചെന്നു. അനുസരണയുള്ള സ്കൂൾ കുട്ടികളെ പോലെ ഗൈഡിന് പിന്നാലെ ഞങ്ങൾ ചെന്നു. അപ്പോൾ ഈഫൽ ടവറിൻ്റെ ചരിത്രമൊക്കെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ നടന്ന് അതിൻ്റെ തൊട്ടടുത്തെത്തി. പാരീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒന്നാണ് ഈ ഈഫൽ ടവർ. ഗുസ്താവെ ഈഫൽ എന്ന ഡിസൈനർ പുള്ളിയുടെ 200ഓളം വരുന്ന ജോലിക്കാരും ചേർന്ന് 2 വർഷത്തെ സമയമെടുത്ത് നിർമ്മിച്ച ഒന്നാണ് ഈഫൽ ടവർ. അവിടെ ചെറിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധനകളൊക്കെ ഉണ്ട്. 130 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നിർമ്മിച്ചത്. നമ്മൾ ആദ്യത്തെ ലിഫ്റ്റ് എടുത്തിട്ട് 2ാം നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഇവിടം വരെയേ ഉള്ളൂ ഗൈഡ് നമ്മളെ സഹായിക്കുള്ളൂ. ഈഫൽ ടവറിൻ്റെ ഏറ്റവും മുകളിൽ വരെ എത്താനുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവസാന നിമിഷം ടിക്കറ്റ് എടുത്തതുകൊണ്ട് 5000 രൂപയാണ് ചിലവായത് ഒരാൾക്ക്. അപ്പം നേരത്തെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ പകുതി പൈസയൊക്കെ ആവുകയുള്ളൂ. അപ്പോൾ ഈ 2ാം നിലയിൽ നമ്മളെ ഗൈഡ് കൊണ്ട് എത്തിച്ചു. അതിനുശേഷം പുള്ളിയുടെ പാട്ടിന് പോയി. ബാക്കി നമുക്ക് മേളിലോട്ടൊക്കെയുള്ള യാത്ര നമുക്ക് ഇഷ്ടപ്രകാരം പയ്യെ സാവകാശം എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ 7 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു ഈഫൽ ടവറിന് പെയിൻറ്റ് അടിക്കുന്നത്. അതിന് ഏകദേശം 60,000 ലിറ്റർ പെയിൻറ്റാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 50 പെയിൻറ്റിങ് തൊഴിലാളികൾ നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ തൂങ്ങിക്കിടന്നൊക്കെയാണ് അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈഫൽ ടവറിനുള്ളിൽ പലതരത്തിലുള്ള സോവനീർ ഷോപ്പുകളും കഫറ്റേരിയ അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ 2ാം നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ വീക്ഷിച്ചതിന് ശേഷം
അടുത്ത ലിഫ്റ്റ് പിടിക്കാനായിട്ട് നമ്മൾ ആ ക്യൂ നിന്നു. അങ്ങനെ നമ്മൾ ഈഫൽ ടവറിൻ്റെ ഏറ്റവും ഉയരത്തിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മളെടുത്ത ലിഫ്റ്റ് ചെരിഞ്ഞാണ് പോയിരുന്നതെങ്കിൽ രണ്ടാം നിലയിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് പോകുന്ന ലിഫ്റ്റ് കുത്തനെയാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. ലോകത്തിലെ ഉയരം കൂടിയ കെട്ടിടങ്ങളുടെ എല്ലാം ലിസ്റ്റും അവിടുത്തെ ഉയരങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈഫൽ ടവറിൻ്റെ ശില്പിയായ ഗുസ്താവെ ഈഫൽ, പുള്ളിയുടെ ഒരു സീക്രട്ട് ഓഫീസുണ്ട്. പല പ്രശസ്ത ആൾക്കാരും പണ്ട് വന്നിരുന്നു. ഇപ്പോൾ തോമസ് എഡിസനെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. മുകളിലത്തെ നിലയിലായിട്ട് ഒരു ഷാമ്പെയിൻ്റെ ചെറിയ ബാറും ഉണ്ട്. അപ്പോൾ അവിടെ പോയി വേണമെങ്കിൽ ഷാമ്പെയിനൊക്കെ അടിച്ച് നിൽക്കാം. 130 വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിച്ച നിർമ്മിതിക്ക് അടുത്തിടയ്ക്ക് ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടെ കുറച്ചും കൂടെ ഉയരം കൂട്ടി. ഇപ്പോൾ 330 മീറ്ററോളം ഉയരമുണ്ട്. അപ്പോൾ ഇവിടെ താഴെ നിന്ന് മുകളിൽ വരെ 1700 സ്റ്റെപ്പുകളോളം ഉണ്ട്. എന്നാൽ ഈ 1700 സ്റ്റെപ്സ് കയറിയതിനുള്ള റെക്കോർഡ് 8 മിനിറ്റാണ്. അപ്പോൾ അത്രയൊക്കെ സ്പീഡിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വടിയാവുമെന്നുള്ളത് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ലിഫ്റ്റ് എടുത്ത് പോയത്. അപ്പം ഈഫൽ ടവറിൽ നിന്ന് പുറത്തിറങ്ങി ആ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പം നമ്മൾ എത്തിയേക്കുന്ന ഉച്ചസമയമാണെങ്കിൽ പോലും അവിടെ എന്തോ മോഷണ ശ്രമമൊക്കെ നടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാമിലിയെ സഹായിക്കാനായിട്ടാണ് അവിടെ പോലീസ് ഒക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സും മൊബൈലൊക്കെ സേഫാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അവിടുത്തെ ബാക്കി കാഴ്ചകളും സോവനീർ ഷോപ്പുകളൊക്കെ കണ്ടതിന് ശേഷം ഒരു പാലത്തിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കയറിയ ആ ഒരു ബോട്ട് സവാരിയൊക്കെ എല്ലാ മണിക്കൂർ ഇടവിട്ടും വരെ നടപ്പുണ്ട്. നമ്മൾ പോകുന്ന പാലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ലവ് ലോക്ക് ബ്രിഡ്ജ് ആയിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ആ ലോക്കുകൾ താഴുകളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞേക്കുവാണ്. അതുകൊണ്ട് തന്നെ പേരെഴുതിയ ലോക്കുകളൊക്കെ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ തൂക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പേരെഴുതി താഴെ കൊണ്ടുവന്നിരുന്നെങ്കിലും അവിടെ തൂക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് സേഫായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് 3 ദിവസത്തിന് ശേഷം നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി പാരീസിലെ എയർപോർട്ടിലെത്തി ബാക്കി കാഴ്ചകളുമായിട്ട് ഉടനെ കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. താങ്ക് യു.